ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ്. ഫിഖ് പാർട്ട് 14. വസാലിസു ഗുസ്ലു യദൈഹി മഅ മിർഫഖൈഹി. വുളൂഇൻ്റെ മൂന്നാമത്തെ ഫർള് കൈമുട്ടുകൾ ഉൾപ്പെടെ 2 കൈകൾ കഴുകലാണ്. വയജിബു ഗുസ്ലു ജമീഇ മാ ഫീ മഹല്ലിൽ ഫർളി. കഴുകൽ നിർബന്ധമായ സ്ഥലത്തുള്ള മുഴുവൻ വസ്തുക്കളെയും കഴുകൽ നിർബന്ധമാണ്. മിൻ ഷഅരിൻ മുടി, വളുഫുരിൻ നഖം, വയിൻ ത്വാല എത്ര നീളമുള്ളതാണെങ്കിലും, നഖം വളരെ നീട്ടി വളർത്തിയിട്ടുണ്ടെങ്കിലും കയ്യിലെ രോമങ്ങൾക്ക് നീളം കൂടുതലാണെങ്കിലും, വസിലാത്തിൻ മുഴയോ മറ്റോ ഉണ്ടെങ്കിൽ അതും, വൈസ്ബൈൻ സായിദത്തിൻ 5 കൂടുതൽ വിരലുണ്ടെങ്കിൽ അതും. ഇങ്ങനെ നിർബന്ധമായി കഴുകേണ്ട ഭാഗത്തുള്ള സർവം വെള്ളമൊലിപ്പിച്ച് കഴുകൽ വുളൂഇൻ്റെ ഫർളാണ്. ഫൈൻ കുത്തിയ ബഅ്ളു യദിഹി വജബ ഗുസ്ലു മാ ബഖിയ. കയ്യിൻ്റെ അല്പഭാഗം മുറിക്കപ്പെട്ടു പോയാൽ ബാക്കിയുള്ളത് കഴുകൽ നിർബന്ധമാണ്. ഔ മിൻ മിർഫഖിഹി ഫറസി അലുദിഹി. കൈമുട്ടിൽ നിന്ന് വേർപെടുത്തപ്പെട്ടാൽ തോൾക്കൈയിൻ്റെ താഴ്ഭാഗം അഥവാ മുട്ടും തോളും കൂടി സന്ധിക്കുന്ന സ്ഥലത്ത് കഴുകൽ നിർബന്ധമാണ്. ഔ മിൻ ഫൗഖിഹി. അതിൻ്റെയും മുകളിൽ മുറിക്കപ്പെട്ടാൽ നുദിബ ഗുസ്ലു ബാക്കി അലുദിഹി. തോൾക്കൈയിൻ്റെ ബാക്കിയുള്ള ഭാഗം കഴുകൽ സുന്നത്താണ്. ഇങ്ങനെ 2 കൈകളും വെള്ളം ഒലിപ്പിച്ച് കഴുകുക എന്നത് വുളൂഇൻ്റെ ഫർളാണ്. ഇത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ. കൈകളിൽ മോതിരം അണിഞ്ഞവരുണ്ടാകാം. നല്ല ടൈറ്റായിട്ടുള്ള മോതിരമാകുമ്പോൾ ഉള്ളിൽ വെള്ളം ചേരാൻ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗം കഴുകുന്ന സമയത്ത് ഇത് ഇളക്കിയിട്ട് ഉള്ളിലേക്ക് വെള്ളം ചേർക്കൽ നിർബന്ധമാണ്. ഇതുപോലെയാണ് നഖത്തിൻ്റെ ഉൾഭാഗത്തുള്ള അഴുക്കുകൾ. അതും വെള്ളം ചേരുന്നതിനെ തടയും. നേരത്തെ ഷർത്ത് പറഞ്ഞപ്പോൾ നാം വിശദീകരിച്ചിരുന്നു വുളൂഇൻ്റെ അവയവങ്ങളിൽ വെള്ളം ഒലിച്ചിറങ്ങണമെന്ന്. ഇതുപോലെയാണ് കൈയിൻ്റെ നഖത്തിന് നൈൽ പോളിഷ് ഇട്ട ചില ആളുകളെ കാണാൻ കഴിയും. ചില സ്ത്രീകളെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം. മൈലാഞ്ചി കളറല്ല പറയുന്നത്, പോളിഷ്. അതിട്ട് കഴിഞ്ഞാൽ വെള്ളം ചേരില്ല. അങ്ങനെയുള്ള വെള്ളം ചേരുന്നത് തടസ്സമാകുന്ന വസ്തുക്കളൊന്നുമില്ലാതെ 2 കൈകൾ വെള്ളം ഒലിപ്പിച്ച് കഴുകുക എന്നത് വുളൂഇൻ്റെ മൂന്നാമത്തെ ഫർളാണ്. വറാബിഉ മസ്ഹു ബഅ്ളി റഅ്സിഹി. 4ാമത്തെ ഫർള് വുളു എടുക്കുന്നവൻ്റെ തലയിൽ നിന്ന് അല്പഭാഗം തടകലാണ്. ഒരു നസ്അത്തൻ, അത് കഴനെറ്റിയിൽ തടകിയാലും മതി. ഔ ബഅദ ഷഅറത്തിൻ, അല്ലെങ്കിൽ ഒരു മുടിയുടെ അല്പഭാഗം തടകിയാലും മതി. പക്ഷേ ലാ യഖ്റുജു ബിൽ മദ്ദി അൻ ഹദ്ദി റഅ്സി മിൻ ജിഹത്തി നുസൂരിഹ. ആ മുടി ഏതു ഭാഗത്തേക്കാണോ ഇറങ്ങി നിൽക്കുന്നത് ആ ഭാഗം തലയുടെ അതിർത്തിക്ക് പുറത്തു പോകാൻ പാടില്ല. അഥവാ വുളു ചെയ്യുന്ന സമയത്ത് നാം തടകിയ മുടിയുടെ ഭാഗം വലിച്ചു നീട്ടി കഴിഞ്ഞാൽ തലയുടെ അതിർത്തിക്ക് പുറത്ത് കിടക്കുകയാണെങ്കിൽ ആ തടവൽ മതിയാകുന്നതല്ല. അപ്പോൾ സ്ത്രീകളൊക്കെ തടവുമ്പോൾ ശ്രദ്ധിക്കണം, അവരുടെ മുടി നീളമുണ്ടായിരിക്കും. മൂർധാവിൽ തടവി എന്ന് വിചാരിക്കുക. ആ മുടി മുന്നോട്ട് വലിച്ചിട്ടാൽ തടകിയ ഭാഗം നെറ്റിയിലെത്തുമെങ്കിൽ സഹി ആയിട്ടില്ല തടകൽ. തലയല്ല തടകിയത്, തലക്ക് പുറത്താണ് തടകിയത്. ഇതുപോലെ തന്നെയാണ് പുരുഷന്മാരും ശ്രദ്ധിക്കണം. തൊട്ട് മുൻഭാഗത്ത് തടകിയാൽ, മുടിയാണ് തടകുന്നതെങ്കിൽ ആ മുടി വലിച്ചു നീട്ടിയാൽ നെറ്റിയിലേക്ക് ഇറങ്ങുന്നുവെങ്കിൽ തടവ് സഹിയായിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ മുടിയിൽ തടകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് ഏത് ഭാഗത്താണോ മുടിയുള്ളത് ആ ഭാഗത്തേക്ക് നീട്ടിയാൽ തലയ്ക്ക് പരിധിക്കപ്പുറം പോകാൻ പാടില്ല എന്ന വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ പാലിച്ചുകൊണ്ട് മുടിയിൽ തടകിയാലും മതി. ഇതുകൊണ്ടാണ് പഴയകാലം നമ്മുടെ ഉമ്മമാരൊക്കെ തല തടകുമ്പോൾ തൊലിയിൽ തന്നെ തടകാൻ ശ്രമിച്ചിരുന്നത്. മുടിയുടെ ഉള്ളിലൂടെ കൈ കൊണ്ടുപോയിട്ട് തൊലിയിൽ തന്നെ തടകാൻ അവർ ശ്രമിച്ചിരുന്നു. അത് സൂക്ഷ്മതയുടെ ഭാഗമാണ്.
ഇന്നത്തെ സഹോദരിമാരും ആ ഭാഗം പിൻപറ്റിക്കഴിഞ്ഞാൽ നന്നായിരിക്കും. വൽ അസഹു ജവാസു വസ്ലിഹി ബില കറാഹത്തിൻ. പ്രബലമായ അഭിപ്രായം തല തടകുന്നതിന് പകരം കഴുകിയാലോ കറാഹത്തില്ലാതെ തന്നെ അനുവദനീയമാണെന്നാണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ കുളിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ആ കുളിയിലൂടെ വുളു എടുക്കുന്ന ആൾക്കാരുണ്ടാവാം. അപ്പോൾ തല തടകിക്കൊള്ളുന്നില്ല, വെള്ളം അതിലേക്ക് ഒഴിച്ചാലും തടകുന്നതിന് പകരമായിട്ട് പരിഗണിക്കപ്പെടുമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം. ഇത് 4ാമത്തെ ഫർളാണ്. ബാക്കി ഫർളുകൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് നമുക്ക് പ്രതിപാദിക്കാം.